ആൽക്കെമിസ്റ്റിൻ്റെ തുടർച്ച. ഇന്ന് വായിക്കുന്നത് അക്ഷിത അജയ്കുമാർ. അവൻ വീണ്ടും തൻ്റെ പുസ്തകം നിവർത്തി വായിക്കാൻ തുടങ്ങി. പക്ഷേ മനസ്സ് നിർത്താനായില്ല. ആകപ്പാടെ അസ്വസ്ഥത, ആകാംക്ഷ. ആ വയസ്സൻ പറഞ്ഞത് ശരിയല്ലേ? ബേക്കറിയിൽ ചെന്ന് ഒരു റൊട്ടി വാങ്ങി. കിഴവൻ അയാളെപ്പറ്റി പറഞ്ഞതെല്ലാം ബേക്കറിക്കാരനോട് പറഞ്ഞാലോ? വേണ്ട, കാര്യങ്ങൾ അതിൻ്റെ പാട്ടിന് പോകട്ടെ. താനെന്തിനിടപെടണം? ബേക്കറിക്കാരനാണെങ്കിൽ ഇപ്പോഴുള്ള ചിട്ടാവട്ടങ്ങളുമായി നല്ലവണ്ണം ഇണങ്ങിയിരിക്കുന്നു. അതിനിടയിൽ താൻ വല്ലതുമൊക്കെ ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് വെപ്രാളമാകും. താനായിട്ട് എന്തിനയാളുടെ ഉറക്കം കെടുത്തണം? അവൻ നഗരവീഥികളിലൂടെ വെറുതെ ചുറ്റി നടന്നു. അങ്ങനെ കോട്ടവാതിൽക്കലെത്തി. അതിനരികെ ഒരു ചെറിയ കെട്ടിടം, അതിലൊരു കിളിവാതിൽ. അവിടെ നിന്നാണ് യാത്രക്കാർ ആഫ്രിക്കയിലേക്കുള്ള ടിക്കറ്റ് വാങ്ങുന്നത്. ഈജിപ്തും ആഫ്രിക്കയിലാണെന്ന കാര്യം അവനറിയാമായിരുന്നു. കിളിവാതിലിനപ്പുറത്തിരുന്ന ആൾ അവനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വേണ്ടത്? ഇന്നൊന്നും വേണ്ട, ഒരു പക്ഷെ നാളെ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നു മാറി. തൻ്റെ ആടുകളിൽ ഒന്നിനെ വിറ്റാൽ മതി, കടൽ കടന്ന് അക്കരെ എത്താനുള്ള വകയാകും. എന്തോ ആ ചിന്ത അവനിലുളവാക്കിയത് അകാരണമായൊരു ഭയമായിരുന്നു. വേറൊരു സ്വപ്ന സഞ്ചാരി, കയ്യിലൊരു ചില്ലി കാശില്ല, എന്നാലും മോഹം ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാൻ. നടന്നകലുന്ന അവനെ നോക്കി ടിക്കറ്റ് വിൽപ്പനക്കാരൻ തൻ്റെ സഹായിയോട് പറഞ്ഞു ചിരിച്ചു. വെറുതെ ഓരോന്നാലോചിച്ച് കാട് കയറുന്നത് എന്തിന്? അയൻ സ്വയം ശാസിച്ചു. തന്നെ കാത്തു കിടക്കുന്നുണ്ട് ഒരു പറ്റം ആടുകൾ.